നഗരിയിലേക്ക് പോവുകയാണ്. ഈ വലിയ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിലെ വലിയ ആൾക്കൂട്ടമാണ് നമ്മൾ കാണുന്നത്. അവിടെ പാറമേക്കാവിന്റെ തെക്കോട്ടിറക്കമാണ് നടക്കുന്നത്. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിലൂടെ പാറമേക്കാവ് വിഭാഗമാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. ചെമ്പട കൊട്ടിയാണ് ആ തെക്കോട്ടിറക്കം. വളരെ സാവധാനം തെക്കോട്ടിറങ്ങി നേരെ നടന്ന് അവിടെ രാജാവിൻ്റെ പ്രതിമയെ വലം വയ്ക്കുകയാണ്. രാജാവിൻ്റെ പ്രതിമയെ വലം വയ്ക്കുന്നുവെന്നും പഴയന്നൂർ ഭഗവതിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് അവിടെ പോയി പ്രദക്ഷിണം വെച്ച് വരുന്നു എന്നും രണ്ട് പക്ഷമുണ്ട്. ഏതായാലും രണ്ട് പക്ഷവും നമ്മൾ പറയുന്നു. അതിൽ വിശ്വാസമോ അല്ലെങ്കിൽ രാജാവിനെ കാണാനോ എന്തായാലും ആവട്ടെ, അവിടെ വണങ്ങിയ ശേഷം തിരികെ വരുന്നു. ദൃശ്യങ്ങളിൽ കാണാം പാറമേക്കാവ് അതിൻ്റെ തെക്കോട്ടിറക്കം തുടങ്ങിയിട്ടുണ്ട്. പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് ഗുരുവായൂർ നന്ദൻ എന്ന അരുമയായ വളരെ പ്രിയപ്പെട്ട അവിടുത്തെ ആനപ്രേമികളുടെ പൂരപ്രേമികളുടെ ഒക്കെ വളരെ പ്രിയപ്പെട്ട അരുമയായ ആനയാണ്. ഇന്ന് നേരത്തെ ആ എഴുന്നള്ളത്തിലും പാറമേക്കാവിൻ്റെ തിടമ്പെടുത്തത്. തെക്കേ ഗോപുരനട ഇറങ്ങി ഗുരുവായൂർ നന്ദൻ്റെ ശിരസിലേറി പാറമേക്കാവ് ഭഗവതി ആ വലിയ ജനക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. ഇവിടെ ആരവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആർപ്പുവിളികൾ ഏറ്റുവാങ്ങിക്കൊണ്ടൊക്കെയാണ് ഗുരുവായൂർ നന്ദൻ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പുമേ ഏറ്റി ഇതാ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇനി ഇങ്ങനെ ഓരോരോ ആനകളായി ഗജവീരന്മാർ ആ ഗോപുരനടയിലൂടെ ഇറങ്ങി വരും. അവർ നേരെ നടന്ന് പഴയന്നൂർ ഭഗവതിയെ കണ്ട് അല്ലെങ്കിൽ ആ രാജാവിൻ്റെ പ്രതിമയ്ക്ക് അവിടെ പോയി തിരികെ വരുമ്പോഴേക്കും തിരുവമ്പാടി അവരുടെ തെക്കോട്ടിറക്കം ഏറെക്കുറെ പൂർത്തിയാക്കും. ചന്ദ്രശേഖരൻ എന്ന തിരുവമ്പാടി ചന്ദ്രു എന്ന് സ്നേഹത്തോടെ നാട്ടുകാരാകെ വിളിക്കുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ ശിരസിലേറിയാണ് ആ തിടമ്പെടുത്താണ് അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കം തുടങ്ങുന്നത്. തൃശ്ശൂർ പൂരത്തിലെ നയനമനോഹരമായ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ തെക്കോട്ടിറക്കം എന്ന് പറയുന്നത്. അത് തെക്കോട്ടിറങ്ങുന്നത് വെറുതെ അല്ല, ഒരു പൂരക്കാലം തൊട്ട് അടുത്ത പൂരക്കാലം വരെ നമ്മൾ ഓർത്തിരിക്കാൻ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ആ കുടമാറ്റത്തിൻ്റെ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ആ മണിക്കൂറുകളിലേക്കാണ് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനട നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഈ പൂരം മുതൽ അടുത്ത പൂരം വരെ ഓരോ പൂരപ്രേമിയും ഓർത്തിരിക്കുന്നത് ഈ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലെ ഈ തെക്കോട്ടിറക്കവും അതിനുശേഷവുമുള്ള ആ കുടമാറ്റവുമാണ്. മാനത്ത് വിരിയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കൺമുന്നിൽ വിരിയാൻ പോകുന്നത് എത്രയൊക്കെ വർണ്ണവിസ്മയങ്ങളുള്ള കുടകളാണ് എന്നത് നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയില്ല. സ്പെഷ്യൽ കുടകൾ ആരൊക്കെ അവരുടെ അണിയറയിൽ എന്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ച് നമ്മളുടെ മുന്നിൽ ഒരു സൂചനയുമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ കാണുന്ന ഈ തെക്കേ ഗോപുരനടയിൽ ആനകൾ രണ്ടു പക്ഷത്തും നിരന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ വടം കെട്ടി തിരിച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് കടൽ തിരമാലകൾ എന്ന വണ്ണം ആളുകൾ അങ്ങനെ വന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ ആനകളും മനുഷ്യനും തമ്മിൽ അകലമൊട്ടുമില്ല. അങ്ങേയറ്റം ചേർന്ന് നിന്നുകൊണ്ട് ഈ കാഴ്ച കാണാൻ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ തൃശ്ശൂർ പൂരം ഒറ്റ ഫ്രെയിമിൽ ഒതുക്കിയാൽ അതാണ് നമ്മളുടെ മനസ്സിൽ വരുന്ന ആ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലെ കുടമാറ്റ ചടങ്ങിൻ്റെ സമയത്തെ ആ ഫ്രെയിം. അതാണ് ഓരോ പൂരപ്രേമിയുടെ മനസ്സിൽ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ആ ഒറ്റ ഫ്രെയിമാണ്. അതിനുള്ള നിമിഷങ്ങൾ ഇനി നമ്മളുടെ മുന്നിൽ സമാഗതമാവുകയാണ്. ഈ കാണുന്നതാണ് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനട. അതിന് രണ്ടു ഭാഗത്തുമായി ഇപ്പോൾ പുരുഷാരം കാത്തു നിൽക്കുന്നുണ്ട്. ഈ ആനകൾ തെക്കേ ഗോപുരനട കടന്ന് മുന്നോട്ട് പോയി തിരുവമ്പാടിയും പാറമേക്കാവും അവരവർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ അണിനിരന്നു കഴിഞ്ഞാൽ അവിടെ മനുഷ്യനും ഈ ആനകൾക്കും ഇടയിൽ സ്ഥലമേ ഉണ്ടാവില്ല, ഇടമേ ഉണ്ടാവില്ല. അവരൊരുമിച്ചായിരിക്കും പിന്നീടുള്ള 1-2 മണിക്കൂർ ഈ പൂരാഘോഷത്തിൽ പങ്കാളിയാകുന്നത്. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ഈ ആനകളുടെ അലങ്കാരങ്ങളിലേക്ക് വന്ന് പതിക്കുന്ന ആ സമയത്താണ് വർണ്ണക്കുടകൾ അവരിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നമുക്ക് എത്ര വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത, എത്രയും പറഞ്ഞാലും തീരാത്ത ഒരു വലിയ കാഴ്ചാനുഭൂതി നൽകുന്ന ഒരു പൂര വിശേഷം തന്നെയാണ്. ഓരോ പൂരപ്രേമി ഒരുപക്ഷെ പൂരത്തിൽ പലരുടെയും ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ചകളിൽ ഒന്നതായിരിക്കും. ചിലർക്ക് മേളം പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും മേളം കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ
ഇലഞ്ഞിത്തറയ്ക്ക് ചുറ്റും നടന്ന ആ മേളം, അത് പാണ്ടിമേളമാണ്. ആ പാണ്ടിമേളമായിരിക്കും ചിലർക്ക് ആസ്വദിക്കാൻ കഴിയുക. കൊങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിൽ മഠത്തിൽ വരവ്, ബ്രഹ്മസ്വ മഠത്തിൽ നടന്ന പഞ്ചവാദ്യമായിരിക്കും ചിലർക്ക് ആസ്വദിക്കാൻ കഴിയുക. മറ്റു ചിലർക്ക് ഇതാ നമ്മൾ ഈ പറയുന്ന കുടമാറ്റം, ആ തെക്കോട്ടിറക്കവും കുടമാറ്റവും ആയിരിക്കും ആസ്വദിക്കാൻ കഴിയുക. ചിലർക്ക് മാനത്ത് പുലർച്ചെയുള്ള വെടിക്കെട്ടിൻ്റെ ആ കാഴ്ചയും ശബ്ദവുമായിരിക്കും ചിലർക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ പൂരപ്പറമ്പിൽ ആസ്വാദനത്തിന് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ചിലർക്ക് ഈ പൂരപ്പറമ്പിലൂടെ വെറുതെ അലഞ്ഞു നടക്കുന്നതാണ്, അവർക്ക് എല്ലാം ഒരുപോലെ തന്നെ ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ പൂരപ്പറമ്പിൽ ഒരു ആസ്വാദകന് വേണ്ടതെല്ലാം ഉണ്ട്. അതാണ് ഈ പൂരപ്പറമ്പ് നമ്മൾക്ക് ഓരോ പൂരക്കാലവും നൽകുന്നത്. ഈ പൂരപ്പറമ്പിലെ പൂരക്കാലത്തിൻ്റെ ഏറ്റവും കമനീയമായ കാഴ്ചകളിലേക്കാണ് ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പോകുന്നത്. ഈ കാണുന്നത് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയാണ്, പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് നമുക്ക് പറയാം. വടക്കുന്നാഥൻ തട്ടകത്തെ ഒരു സ്ഥാനീയനായി ഈ പൂരത്തിൽ നിൽക്കുകയാണ്. ആ വടക്കുന്നാഥനെ കേന്ദ്രീകരിച്ച് ഘടകപൂരങ്ങൾ ഓരോന്നായി രാവിലെ 6 മണി കണിമംഗലം ശാസ്താവ് മുതൽ ഇങ്ങനെ വരികയാണ്. അതിനിടയിലാണ് പ്രധാനപ്പെട്ട പങ്കാളിയായ തിരുവമ്പാടിയും പാറമേക്കാവും അവിടെ വന്ന് പൂരം കൊട്ടി പോകുന്നത്. നാളെ ഉച്ചയ്ക്ക് ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ തുടർച്ചയായ പൂരക്കാഴ്ചകളും എന്താണ് കേൾവിയുടെയും കാഴ്ചയുടെയും ഒക്കെ അനുഭവം സമ്മാനിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും ഗംഭീരമായ ആഘോഷങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ഇത്തരം ഒരു ആഘോഷം ലോകത്ത് മറ്റൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം തൃശ്ശൂർ പൂരമല്ലാതെ മറ്റൊരു കാഴ്ചാനുഭവവും നമുക്ക് ഇത്രയും നല്ല അനുഭവങ്ങൾ, കാഴ്ചകൾ ഒന്നും സമ്മാനിക്കുന്നില്ല എന്നുള്ളത്.